സ്നേഹിതരെ, സല്യൂട്ട്. എല്ലാ വർഷവും UK സർക്കാരിൻ്റെ ഷീവനിങ് ഫെലോഷിപ്പുകൾ അവർ സ്പോൺസർ ചെയ്യാറുണ്ട്. ഷീവനിങ് ഗുരുകുൽ ഫെലോഷിപ്പ് എന്നാണ് 3 മാസത്തെ ഫെലോഷിപ്പിനെ അറിയുന്നത്. എന്തായാലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ ഷീവനിങ് ഫെലോഷിപ്പിൻ്റെ അനുഭവം ഞാൻ അടുത്ത ആഴ്ച നിങ്ങളോട് പറയാം. ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചുകൊണ്ടായിരിക്കും എനിക്ക് അപ്പോൾ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്ത് അവിടെ ഷേക്സ്പിയർ താമസിച്ചിരുന്ന സ്ഥലം, വേർഡ്സ്വർത്ത് താമസിച്ചിരുന്ന സ്ഥലം, സ്കോട്ട്ലൻഡ്, അവിടുത്തെ കാലാവസ്ഥ മുഴുവനും ഇങ്ങനെ അനുഭവിച്ച് കുറച്ച് നാളിങ്ങനെ അവിടെ കറങ്ങി നടന്ന് അങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോകുമല്ലോ. അപ്പോൾ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടക്കുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നടന്നത്. ആദ്യമായിട്ട് വിദേശയാത്ര എനിക്ക് പോകാനായിട്ടൊരവസരം ഔദ്യോഗികമായി ലഭിച്ചത് ഫ്രാൻസിലേക്കാണ്. ഫ്രാൻസിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഇംഗ്ലണ്ടിലെത്താം. ഇംഗ്ലീഷ് ചാനലിൻ്റെ അടിയിലൂടെയുള്ള ഒരു ട്രെയിൻ ലൈനുണ്ട്, ചണൽ എന്നാണ് അതിനെ പറയുന്നതെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇംഗ്ലണ്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഔദ്യോഗികമായിട്ട് എനിക്ക് ഫ്രാൻസിൽ പോകാനുള്ള വിസ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇംഗ്ലണ്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലീവ് എടുത്തിട്ട് ബ്രിട്ടീഷ് വിസ എടുത്ത് 2-3 ദിവസത്തേക്കൊക്കെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് പറ്റിയില്ല. കൂടുതൽ സമയം എനിക്ക് ലീവ് എടുത്ത് പോകാനായിട്ട് പറ്റിയില്ല. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കൂ. പക്ഷേ ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ വീണ്ടും സമാധാനമായിട്ടിരുന്നു. അങ്ങനെ 2012 അവസാനം ഇംഗ്ലണ്ടിൽ പോകാനായിട്ടുള്ള ഒരു അവസരം ഒത്തുവരുന്നത്. സാധാരണ IPS-കാരെയും IAS-കാരെയും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഫോറിൻ യാത്രകൾക്ക്, ഫോറിൻ ടൂറുകൾക്കും കമ്പൽസറി പരിശീലനങ്ങൾക്കും ഒക്കെ വിടാറുള്ളതാണ്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുറേ നാളായിട്ട് അത് നിന്നിരിക്കുകയായിരുന്നു. ഇപ്പോഴുള്ള IPS ഉദ്യോഗസ്ഥരെ ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെ തന്നെ ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്തേക്ക് വിടാറുണ്ട്, ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായി തന്നെ. പക്ഷേ ഞങ്ങളുടെയൊക്കെ സമയത്ത് പരിശീലനം എന്ന് പറഞ്ഞ് ഒരു പുറം രാജ്യത്തേക്ക് വിടുന്നത് വളരെ വളരെ അപൂർവമായിട്ടായിരുന്നു. അഥവാ വിട്ടിരുന്നെങ്കിൽ പോലും നല്ല ഹോൾഡ് വേണം. സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഒക്കെ നല്ലപോലെ ഇങ്ങനെ സോപ്പിട്ട് ഓരോ പ്രാവശ്യവും നമ്മുടെ പേര് ഓരോ കോഴ്സ് വരുമ്പോൾ റെക്കമെൻഡ് ചെയ്യിച്ച് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അവിടെയുള്ള ആൾക്കാരെ പോയി അവരുടെ കാല് പിടിച്ച് MHAയുടെ ഓഫീസേഴ്സിൻ്റെ കാല് പിടിച്ച് അങ്ങനെയൊക്കെയാണ് ഓരോ ഫോറിൻ ടൂർസ് ഓരോരുത്തർ നേടിയെടുക്കുന്നത്. 50 പ്രാവശ്യമൊക്കെ ഫോറിൻ ടൂറുകൾ 10 വർഷത്തിൽ 20 വർഷത്തിലൊക്കെ പോയവരുണ്ട്. എനിക്ക് ആരുടെയും കാല് പിടിക്കാൻ അറിയില്ല. എൻ്റെ നട്ടെല്ലാം ഒരു പരിധിക്കപ്പുറം വളയുകയുമില്ല. അതുകൊണ്ട് എനിക്ക് ആരുടെ അടുത്തും ചെന്ന് ഇങ്ങനെ കെഞ്ചി ചോദിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് കുറേ നാളത്തേക്ക് അത് നടന്നില്ല. പക്ഷേ ഫ്രാൻസിൽ പോകാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനത് പോവുകയായിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഇൻ്റർപോളിലുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. IPS ഓഫീസേഴ്സിന് ഒരു മിഡ് കരിയർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത് ഞാൻ ADGP ആയ സമയത്ത് അത് അടുപ്പിച്ചായിരുന്നു. അപ്പോൾ എല്ലാ IPS ഓഫീസേഴ്സിനും ഇതുപോലെയുള്ള ട്രെയിനിങ്ങിന് ഫോറിൻ കൺട്രീസിന് വിടണം എന്നുള്ള ഒരു നിർദ്ദേശം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് വരികയും അതിനുള്ള കംപ്ലീറ്റ് ഫണ്ട് അവർ MHA ചിലവാക്കുകയും ചെയ്തു. DIG റാങ്കിലുള്ളവർക്ക് മുതൽ IG റാങ്കിലുള്ളവർക്ക്, ADGP റാങ്കിലുള്ളവർക്ക് വിദേശത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് അവർ കൊണ്ടുപോയി ഫുൾ ചിലവ് വഹിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് നടത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരും. ആദ്യത്തെ കുറച്ച് നാൾ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ നാഷണൽ പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ് ഉണ്ട്. അതിനുശേഷം 1 ആഴ്ചത്തേക്ക് വിദേശ രാജ്യത്തുള്ള ട്രെയിനിങ്. അങ്ങനെയാണ് അവർ വിഭാവന ചെയ്തിരുന്നത്. ഓസ്ട്രേലിയയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ 2-3 സ്ഥലങ്ങളിലേക്ക് ഓഫീസേഴ്സിനെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ കുറച്ച് സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. 2012 ആദ്യമായിട്ട് എൻ്റെ പേര് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ MCTP എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ്സും മെട്രോപൊളിറ്റൻ പോലീസും ഈ 2 സ്ഥലവും കൂടെ ചേർന്നിട്ടായിരുന്നു ആ 2012 ട്രെയിനിങ് ക്യാപ്സ്യൂള് ലണ്ടനിലുണ്ടായിരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പോകണമല്ലോ എന്ന് വെച്ചാൽ ഞാനതിന് വില്ലിങ്നെസ് എഴുതി കൊടുക്കുകയും ഞാൻ ADGP AP ബറ്റാലിയൻ ആയിരുന്ന സമയത്താണ് അതിന് പോയത്. അതിൽ 3 ആഴ്ച നാഷണൽ പോലീസ് അക്കാഡമിയിലെ ഒരു പരിശീലനമുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ വന്ന് നമുക്കൊരു മാനേജ്മെൻറ്റ് ക്യാപ്സ്യൂൾ പോലെ ഒരു ട്രെയിനിങ് 3 ആഴ്ച തരും. അതിനുശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പോയിട്ട് 1 ആഴ്ചത്തെ ഒരു കോഴ്സ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മെട്രോപൊളിറ്റൻ പോലീസിൻ്റെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും നമ്മളൊരു ഫീൽഡ് വിസിറ്റിന് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുശേഷം ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് ലണ്ടനിൽ ഓവർസ്റ്റേ ചെയ്യാം. ഭർത്താവിനെയും മോനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ച് അവർക്കും കൂടെ വേണ്ടി വിസ അപ്ലൈ ചെയ്ത് അവർ വരുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് സ്വന്തമായിട്ടുള്ള കാശിൽ ടിക്കറ്റ് എടുത്ത് വരണം. എനിക്ക് സർക്കാർ കൊണ്ടുപോകും. ഗവൺമെൻറ്റിൽ നിന്നുള്ള സകല ചിലവും അവർ വഹിക്കും. ഇപ്പോൾ നാഷണൽ പോലീസ് അക്കാഡമിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഹൈ കമ്മീഷൻ എന്നുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ
വിസ തരും. ബിസിനസ് ക്ലാസ്സിൻ്റെ എയർ ഫെയർ ആണ് തരുന്നത്. തിരുവനന്തപുരം തൊട്ട് ലണ്ടൻ വരെ പോയിട്ട് അവിടെ നല്ല ഹോട്ടലിൽ അക്കോമഡേഷൻ ഒരാഴ്ചത്തേക്ക് മാരിയറ്റ് ഹോട്ടലിലായിരുന്നു ലണ്ടനിൽ. ഭയങ്കര വലിയ റൂമാണ് അക്കോമഡേഷൻ തന്നിരുന്നത്. എല്ലാ കെയറും അവരെടുക്കുമായിരുന്നു. നമ്മളെ കൊണ്ടുപോകാനും ട്രെയിനിങ്ങിന് കൊണ്ടുപോകാനും എവിടെയൊക്കെ പോകണമെന്ന് പറയാൻ. അതിനിടയിൽ കൂടെ തന്നെ ഫാൻറ്റം ഓഫ് ദി ഓപ്പറ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓപ്പറയാണ് ലൈവായിട്ട് കാണാനായിട്ട് കൊണ്ടുപോയത്. തിയേറ്ററിൽ ഇരുന്ന് കഴിയുമ്പോൾ ലൈവായിട്ടുള്ള ഒരു ഷോ നടക്കുമ്പോൾ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ മോളിൽ കൂടെയും താഴെ കൂടെയും ഒക്കെ വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറ ഷോ ആയിരുന്നു അത്. ബ്രോഡ്വേ എന്ന് പറയുന്ന ലണ്ടനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ടായിരുന്നു അത്. ടിക്കറ്റൊക്കെ നല്ല വിലയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഒഫീഷ്യലായിട്ട് അവർ തന്നെ കൊണ്ടുപോയി. പിന്നെ ടെംസിലൂടെയുള്ള ഒരു ക്രൂസ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വരുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡും മോനും എയർപോർട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ അവരെ വിളിക്കാനായിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ പോയി വിളിച്ചു കൊണ്ടുവന്ന് അവരെ മാരിയറ്റിലാക്കി. അപ്പോഴേക്കും ഞാൻ തിരിച്ചു വന്നു, അവരുമായിട്ട് മീറ്റ് ചെയ്തു. ഞങ്ങളവിടെ ഒരു 2-3 ദിവസം മാരിയറ്റിൽ എക്സ്ട്രാ താമസിച്ചു. പിന്നെ അതിനുശേഷം എൻ്റെ ബ്രദറും എൻ്റെ കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു ലണ്ടനിൽ. അവരൊക്കെ വന്ന് അവരുടെ കൂടെ വിസിറ്റ് ചെയ്യാനും അവരുടെ വീട്ടിലൊക്കെ പോയി. ഷേക്സ്പിയറിൻ്റെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഏകദേശം അടുത്തായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അവരാണ് എല്ലാവരും കൊണ്ടുപോകുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയി കാണിച്ചിരുന്നു. പെട്ടെന്ന് പോയി അതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു. വീണ്ടും അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് UK പോകാനൊരു അവസരം കിട്ടിയത്. ആ സമയം ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. 2015 ഞാനൊരു ഇംഗ്ലീഷ് നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ നോവലിൻ്റെ കഥാതന്തു ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് കാർ ആക്സിഡൻറ്റിൽ അച്ഛനും അമ്മയും മരിച്ച ഒരു കുട്ടി, അതിനെ പെട്ടെന്ന് 9 വയസ്സുള്ളൊരു കുട്ടിയെ പറിച്ച് നാട്ടിലേക്ക് അതിൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നടുമ്പോഴുള്ള അതിൻ്റെ മാനസിക ആഘാതം, അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു കഥയാണ് ഞാൻ എഴുതിയത്. ഈ കുട്ടി ചിന്തിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷിലായതുകൊണ്ട് അത് ഇംഗ്ലീഷിലേ എഴുതാൻ പറ്റുള്ളൂ. ഇംഗ്ലണ്ട് കുറച്ചും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ ആ പശ്ചാത്തലം എഴുതിയിരിക്കുന്നതുമെല്ലാം ഇംഗ്ലണ്ടിലുള്ള ഒരു സബേർബ്സിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എഴുതിയത്. അപ്പോൾ അത് നേരിട്ട് കണ്ട് അനുഭവിച്ച് അവിടെ കുറച്ചും കൂടെ താമസിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അതെങ്ങനെയാണ് ശരിയാണോ എന്നൊക്കെ അറിയാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇംഗ്ലണ്ടിൽ പോയാലോ എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ശമ്പളം മാത്രം വാങ്ങിച്ച് ജീവിക്കുന്ന അഴിമതിയൊന്നും ഇല്ലാത്ത ഒരു ഓഫീസർക്ക് വലിയ പ്രയാസമാണ് ഇതുപോലെ പേഴ്സണലായിട്ടുള്ള ഫോറിൻ ടൂറൊക്കെ പോകാനായിട്ടും ഒക്കെ. വളരെ ചെറിയതായിട്ട് സിംഗപ്പൂർ, ദുബായ് അതുപോലെയൊക്കെ പോകാമെന്നുള്ളതല്ലാതെ ദൂരെ ഒക്കെ പോകാനായിട്ട്, കുടുംബമായിട്ട് പോകാനായിട്ട് നല്ലപോലെ ചിലവുള്ള കാര്യമാണ്. പതുക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ പെട്ടെന്ന് മരിച്ചുപോയി. ഭയങ്കര ഒരു ഇമോഷണൽ ഷോക്കായിരുന്നു അത്. ഹസ്ബൻഡിന് ഭയങ്കര ഒരു മെൻ്റൽ ഡിസ്ട്രെസ് ആയിരുന്നു ആ സമയത്ത്. എനിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചീവനിങ് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തു. വലിയ ബൃഹത്തായ പ്രക്രിയയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് പേജുകൾ നമ്മൾ ഫില്ല് ചെയ്ത് എഴുതി കൊടുക്കണം. ഞാൻ ഒരുപാട് ജോലിയുടെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തത് കൊണ്ട് ഒരുപാട് തെറ്റുകൾ അതിനകത്ത് വന്നു. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് പോലും ഞാൻ തെറ്റായിട്ടാണ് ടൈപ്പ് ചെയ്ത് കയറ്റിയത്. തെറ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലോട്ടാണ് അവർ മെയിലുകൾ അയച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരിക്കലും ഇൻ്റർവ്യൂവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല. ഡൽഹിയിൽ നിന്ന് വിളിച്ചു, അതായത് ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, 7-ാം തീയതി മാഡത്തിന് ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് വരുന്നില്ലേ? ഞങ്ങൾ ഒരു 12 മെയിലോളം അയച്ചിട്ട് മാഡത്തിൻ്റെ അതിന് ഒരു മറുപടിയും കാണാത്തത് കൊണ്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചെന്നൈയിലുള്ള ഹൈ കമ്മീഷൻ ഓഫീസിൽ നിന്നൊരാൾ എന്നെ കാണാൻ വന്നിരുന്നു. ഞാനിങ്ങനെ ചീവനിങ് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കും കുറേ നേരമൊക്കെ സംസാരിച്ചിട്ട് വേറൊന്നും പറയാതെ അങ്ങ് പോയി. യു അപ്ലൈഡ് ഫോർ ചീവനിങ് ഫെലോഷിപ്പ്, ഇറ്റ്സ് വെരി ഗുഡ്, പ്ലീസ് കം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇമെയിൽ തെറ്റായിട്ട് കൊടുത്തിട്ട് പോലും ഒരാൾ വിളിച്ച് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇനി സമയമില്ല, ഒരാഴ്ചയ്ക്കകം എനിക്ക് ഡൽഹി ഹൈ കമ്മീഷൻ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഒരാഴ്ചയ്ക്കകം എങ്ങനെ വരാൻ പറ്റും? എന്തായാലും ഞാൻ പറഞ്ഞു, ഞാൻ വരാം, തീർച്ചയായിട്ടും ഞാൻ ലീവ് എടുത്താണെങ്കിലും കയ്യിൽ നിന്ന് കാശ് ചിലവാക്കിയാണെങ്കിലും ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന സമയത്താണ് എല്ലാം ഇങ്ങനെ ഭാഗ്യം കൊണ്ടുവന്ന് തരും എന്ന് പറയുന്നത് പോലെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ ഓഫീസിൽ നിന്ന് 7-ാം തീയതി രാവിലെ എനിക്കൊരു മീറ്റിംഗ് അവിടെ ഉണ്ട് എന്ന് വിളിച്ച് പറയുന്നത്. അത് 7-ാം തീയതി 12 മണിക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത് ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ഓഫീസിൽ ഡൽഹിയിൽ. 7-ാം തീയതി രാവിലെ 10 മണി തൊട്ട് 12 മണി വരെ ഒരു മീറ്റിങ്ങും അവർ പറഞ്ഞിരിക്കുന്നു നോർത്തിൻ്റെ. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് വളരെ കൺവീനിയൻ്റായി. ഒഫീഷ്യലായിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്ത് പോകാം. മീറ്റിങ്ങിൻ്റെ സമയം അത് കഴിഞ്ഞ ശേഷം എനിക്ക് കാറിൽ കയറി തന്നെ ഹൈ കമ്മീഷൻ ഓഫീസിൽ ഇറങ്ങി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാനുള്ള കാരണം അങ്ങനെ വഴി തുറന്ന് തരികയും ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് അവരിങ്ങോട്ടേക്ക് നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അതിന് പകരം ലണ്ടനിൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്, അവിടുത്തെ വെതർ എങ്ങനെയാണ്, അക്കോമഡേഷൻ എന്താണ്, എങ്ങനെയായിരിക്കും സൗകര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, മാഡം ഫാമിലിയെ കൊണ്ടുവരുന്നത് ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഫാമിലിയെ കൊണ്ടുവരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇൻ്റർവ്യൂ അവിടെ അവസാനിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് വളരെ യങ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നതാണ്. ഞാൻ വളരെ സീനിയറാണ്.
അന്ന് എനിക്ക് 52 വയസ്സായി. എന്നെ എടുക്കുമോ എന്നൊക്കെയുള്ള വലിയ സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവരെന്നെ എടുത്തു. ആ വർഷം 15 പേരെയാണ് അവർ നോമിനേറ്റ് ചെയ്തത്. ഞങ്ങൾ 14 പേരാണ് അവസാനം പോയത്. അതിലൊരു IAS ഓഫീസർ പെട്ടെന്നൊരു ബന്ധുക്കൾ അവരോ മരിച്ചിട്ട് വരാൻ പറ്റാതെ അവർ പിന്മാറി. പിന്നെ ഞങ്ങൾ 14 പേര് പോയെങ്കിലും അതിനകത്തുനിന്ന് ഒരു ആൾക്ക് ഭയങ്കര ജെയിൻ വെജിറ്റേറിയനാണ്. ആൾക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും പിടിക്കാഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ അവസാനം 13 ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും വളരെ നല്ല ഫ്രണ്ട്സായി. എന്നെക്കാളും 11 വയസ്സുള്ള ഒരു അനിയൻ എനിക്കുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. MBBS കഴിഞ്ഞ ഉടൻ തന്നെ ബ്ലാബ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലോട്ട് പോകാനുള്ള എക്സാം എഴുതി. ഇംഗ്ലണ്ടിൽ ചെന്നിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച് അവിടെ അപ്പം തൊട്ട് ജോലിയാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അവനെങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വൈഫും അവിടെയാണ്, മോനും അവിടെയാണ്. അപ്പോൾ തിരിച്ച് വല്ലപ്പോഴും നാട്ടിൽ 2-3 വർഷം കൂടുമ്പോഴൊക്കെ വന്ന് അമ്മയെ കാണാനൊക്കെ വരത്തേ ഉള്ളൂ. അവിടെ തന്നെ സെറ്റിൽഡാണ്. സതാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ താമസിക്കുന്നത്. ലണ്ടനിൽ നിന്ന് ഏകദേശം 200-300 കിലോമീറ്റർ ദൂരത്തിലാണ് ആ സ്ഥലം. ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോഴും ഞങ്ങൾ അവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി, അവിടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു, തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു, എല്ലാം ചെയ്തിരുന്നു. ഞാൻ ഷീവനിങ് ഫെലോഷിപ്പ് കിട്ടി ലണ്ടനിൽ പോകുന്നുണ്ടെന്നുള്ള കാര്യം അനിയനെ അറിയിച്ചപ്പോൾ അവൻ ലണ്ടൻ എയർപോർട്ടിൽ വന്ന് എന്നെ റിസീവ് ചെയ്യാൻ വന്നു. എന്നെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി അവിടെ 3 ഏക്കർ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തന്നത്. അവിടെ ഒരു യൂത്ത് ഹോസ്റ്റൽ പോലെ ഒരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞങ്ങളുടെ മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മെയിൽ വന്നതനുസരിച്ച് 3 ഏക്കർ പോയിന്റിൽ അവനും കൂടെ വന്ന് എൻ്റെ റൂം എനിക്ക് അലോട്ട് ചെയ്തത് കാണിച്ചു തന്നത്. ഭയങ്കര ഭംഗിയുള്ള നല്ല സുഖമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഷീവനിങ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് IAS ഓഫീസേഴ്സ് നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ IPS ഓഫീസർ സെലക്ട് ചെയ്യുന്നത് എന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ ആരുമില്ല ഇതെങ്ങനെയാണ് ഈ പരിപാടി, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നുള്ള എനിക്ക് ചോദിക്കാനോ കൺസൾട്ട് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. എക്സ്പീരിയൻസ് എങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. കിട്ടിയ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ റൂമാണെങ്കിൽ പോലും ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ മുറിയുമായിട്ട് അങ്ങ് ഒരു പ്രേമത്തിലായിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. അതൊരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്, ഒരു വലിയ ഹോസ്റ്റലാണ്. അതിനകത്ത് ലിഫ്റ്റ് കയറി നമ്മളൊരു 8ാമത്തെ 9ാമത്തെ നിലയാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു 4-5 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത് കീ ഉണ്ട്. കീ വെച്ച് കയറിക്കഴിഞ്ഞാൽ ആദ്യത്തെ റൈറ്റ് സൈഡിലെ റൂമാണ് എനിക്ക് തന്നത്. ഒരു ബെഡും ഒരു ബാത്റൂമും ഉണ്ട്, ഒരു ടേബിളുണ്ട്, കസേരയുണ്ട്, എയർ കണ്ടീഷനുണ്ട്, തണുപ്പ് വരുമ്പോൾ ചൂട് വരുന്ന ഹീറ്ററൊക്കെ ഉള്ള റൂമിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു കബേർഡ് ഉണ്ട്. ടിലിൻ്റെ അടിയിൽ തന്നെ സ്റ്റോറേജ് ഏരിയയുണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട്, സകല സൗകര്യങ്ങളും ഉണ്ട് അതിനകത്ത് തന്നെ. കൊച്ചാണെങ്കിൽ പോലും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയയും ഒരു കിച്ചണും എല്ലാം അവർ പുതിയതായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബെഡ് പുതിയതാണ്, അതിനകത്ത് ഇടാനുള്ള ഷീറ്റ് പുതിയതാണ്, തലേണോറ പുതിയതാണ്, ടവൽസ് ഉണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അടുക്കളയിൽ പോകുമ്പോൾ പാത്രങ്ങളെല്ലാം ഉണ്ട്, കുക്കിങ്ങിനുള്ള സകല കാര്യങ്ങളും ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ പാക്ഡ് ഫുഡായിരിക്കും കഴിക്കാൻ പറ്റുക എന്ന് വിചാരിച്ചിരുന്നത് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് അറിയാൻ പറ്റുന്നത് ആ ഒരു സ്ഥിതി കണ്ടപ്പോഴാണ്. അപ്പോൾ എൻ്റെ ആ സെയിം സ്ഥലത്ത് 3 മറ്റു മുറികളും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ്. അതിനകത്ത് വേറെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ലേഡീസായിരുന്നു. ഒന്ന് സപ്ന പോറ്റി, മാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ലേഡിയാണ്. ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആണ്, PhD ഒക്കെ IIT എന്നൊക്കെ എടുത്ത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ എങ്ങാണ്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡോക്ടർ സപ്ന പോറ്റി. കൂടാതെ നേഹ പഹൂജ എന്നും പറഞ്ഞ് വേറൊരു ലേഡി ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് എക്സ്പേർട്ടാണ്. പിന്നെ ഒരു ബോയ് ആയിരുന്നു, അനീഷ് ഗർഗ് എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം വേറൊരു ദുപ്പോണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ഈ ഞങ്ങൾ 4 പേരുമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഇതുപോലെയുള്ള വേറെ മുറികളിലായി. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നടത്തിയിരുന്നത് കിങ്സ് കോളേജ് ലണ്ടൻ എന്ന് പറയുന്ന തെംസ് നദിയുടെ അടുത്തുള്ള ഒരു വലിയ കോളേജുണ്ട്. അവിടെ ആ കോളേജ് എന്ന് പറയുന്നത് തന്നെ ഒരു യൂണിവേഴ്സിറ്റി പോലെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതിനകത്ത് തെംസ് നദി ക്രോസ് ചെയ്ത് വേണം പോകാം. ഞങ്ങൾ ഇരിക്കുന്ന ഹോസ്റ്റൽ 3 ഏക്കർ പോയിൻ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഹോസ്റ്റൽ വാട്ടർലൂ എന്ന സ്റ്റേഷൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. ട്രെയിനിൽ കയറി പോകാം, ബസ്സിൽ കയറി പോകാം, എല്ലാം പോകാം. പക്ഷേ ഞങ്ങൾ നടന്നു പോകുമായിരുന്നു. 20 മിനിറ്റേ എടുക്കുകയുള്ളൂ. നല്ല വാക്കാണ്. അവിടെ നല്ല വെതർ ആയിരുന്നത് കൊണ്ട് സെപ്റ്റംബർ മാസമായിരുന്നു. 2015 സെപ്റ്റംബർ മുതൽ 2015 ഡിസംബർ വരെയുള്ള 4 മാസത്തെ കോഴ്സായിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു അത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നല്ല ഫ്രണ്ട്സായിട്ട് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്വയം ഇങ്ങനെ കോൺഫ്ലേക്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവും. ഞങ്ങൾ നടന്ന് തെംസ് ബ്രിഡ്ജിൻ്റെ ക്രോസ് ചെയ്ത് തെംസ് നദിയുടെ മുകളിലൂടെയുള്ളൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത ഉടനെയാണ് കിങ്സ് കോളേജ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ കിങ്സ് കോളേജും തെംസിൻ്റെ നദിയുടെ വശത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്ത് കയറി ഒരു ലോയുടെ ഒരു കോളേജുണ്ട്. ആ കോളേജിൻ്റെ അകത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്യുന്നത്. ഒരിടത്ത് മാത്രമല്ല, പല റൂംസായിട്ട് അറേഞ്ച് ചെയ്യും. പല ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സാണ്.
എന്തായാലും ലീഡർഷിപ്പിനെ കുറിച്ചും എക്സലൻസിനെ കുറിച്ചും ലണ്ടനിലുള്ള പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ നമുക്ക് നാട്ടിൽ വന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കും, ഇതൊക്കെയാണ് നമ്മൾ അവിടെ വെച്ച് പഠിക്കുന്നത്. വേരിയസ് ആയിട്ടുള്ള പല 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 കാര്യങ്ങളും ലണ്ടനിൽ നടക്കുന്ന പല ട്രാൻസ്പോർട്ടേഷൻ്റെ, ഹെൽത്തിൻ്റെ പല പ്രോബ്ലംസ്, അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ എനിക്കവിടെ ചെന്ന് ആദ്യത്തെ 2-3 ദിവസത്തിനകം തന്നെ നല്ല ചുമയും ജലദോഷവും പനിയുമായി. പെട്ടെന്നുള്ള ക്ലൈമറ്റ് വ്യത്യാസം വന്ന് നല്ല തണുപ്പാണ്, അവിടെ കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫാർമസി ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ആർക്കും മരുന്നൊന്നും കൊടുക്കൂല, ആൻറ്റിബയോട്ടിക്സ് ഒന്നും കടയിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. എന്നാൽ നാഷണൽ ഹെൽത്ത് സ്കീമിൽ നിന്ന് വന്ന ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാത്തത്, എന്താ ഇവിടെ ഇല്ലാത്തത്, ഭയങ്കര കോൾഡ് ആണല്ലോ എനിക്കെന്ന്. ഇപ്പോൾ അയാൾ പറഞ്ഞു ആ കോൾഡ് താമസിയാതെ പൊക്കോളും, ഞങ്ങൾ ആൻറ്റിബയോട്ടിക്സ് ആർക്കും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യേ, ഒരാഴ്ച കഴിയുമ്പോഴേക്കും കോൾഡ് പൊക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ മരുന്ന് കഴിക്കാതെ തന്നെ കോൾഡ് പോവുകയും ചെയ്തു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു സമയത്തും എനിക്ക് ഒരു രീതിയിലുള്ള അസുഖം ഒന്നുമില്ല. അപ്പോൾ അതിന് ശേഷം എനിക്ക് മനസ്സിലായി ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അത് കഴിച്ചത് കൊണ്ട് യാതൊരു ഫലവുമില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിന് ദോഷമേ ചെയ്യുകയുള്ളൂ, നന്മയൊന്നും ചെയ്യില്ല. പെട്ടെന്ന് പോയി എന്നുള്ളൊരു ചിന്ത നമുക്ക് കിട്ടുന്നത് കൊണ്ട് അത് മാറും, പക്ഷേ അല്ലാതെ തന്നെ ഒരാഴ്ചയ്ക്കകം നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും. അത്രയ്ക്ക് ശക്തമാണ് നമ്മുടെ ശരീരം എന്നുള്ള കാര്യം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ആകെപ്പാടെ രസമായിരുന്നു, അവിടെ അടിച്ച് പൊളിച്ച് രസമായിട്ട് എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും അവർ പബ്ബിൽ കൊണ്ടുപോകും. പോലീസ് ഓഫീസറാണ്, നാഷണൽ പോലീസ് അക്കാഡമിയിലും മസൂറിയിലുള്ള അക്കാഡമിയിലും ഒക്കെ ഇരുന്നിട്ടും ഒരുപാട് കുടിക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നിട്ടും ഞാൻ വലുത് കാര്യമായിട്ടൊന്നും മദ്യപിക്കുന്ന ആളല്ല, ഞാൻ വൈൻ പോലും വലിയ ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ ലണ്ടനിൽ ഷീവനിങ് ഫെലോഷിപ്പിൻ്റെ സമയത്ത് പോയപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വൈകുന്നേരം വൈൻ പാർട്ടീസ് ഉണ്ട്. ക്യാമ്പസിൽ തന്നെയുള്ള ഒരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് അവിടെ വൈൻ കിട്ടും, വൈനും ബിയറും കിട്ടും. അപ്പോൾ അതൊക്കെ ഇരുന്ന് ആളുകൾ കുടിക്കുമ്പോൾ നമുക്കങ്ങ് മാറി നിൽക്കുമ്പോൾ ഒരു പ്രയാസമാണ്, എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞ് നിൽക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഞാനും കൂടെ ശരി ഒരു വൈൻ സിപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിപ്പ് എടുക്കുമായിരുന്നു. അങ്ങനെ എടുത്തെടുത്ത് അവസാനം അതിനോടൊരു ലൈക്കിങ് തോന്നി. പബ്ബിൽ പോകും, ആളുകൾ കൊണ്ടുപോകും. ലണ്ടനിൽ വാക്കുണ്ട്, ലോങ് വാക്സ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണിക്കാനായിട്ട് കൊണ്ടുപോകും. പിന്നെ ലണ്ടൻ മാത്രമല്ല, അവർ ആ 3 മാസം കൊണ്ട് ഞങ്ങളെ പാരീസിൽ കൊണ്ടുപോയി, സ്വിറ്റ്സർലൻഡിലെ പല സ്ഥലത്ത് കൊണ്ടുപോയി, സ്കോട്ട്ലൻഡ്, അയർലൻഡിലും വെയിൽസ്. 1 മാസത്തോളം സമയം നമുക്ക് ഫ്രീ ആയിട്ട് പ്രോജക്റ്റ് പ്രിപ്പറേഷന് വേണ്ടി ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ഏത് രാജ്യം വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം, കാരണം ഷെങ്കൻ വിസ കയ്യിലിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിലുള്ള പല നല്ല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ UN-ലുള്ള എല്ലാ ഓഫീസുകളിലും അവർ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും പോയി ഇങ്ങനെ കറങ്ങി നടന്ന് നല്ല രസമായിട്ടുള്ള ഒരു ജനീവയിലും പിന്നെ അതുപോലെ ഫ്രാൻസിൻ്റെ സ്വിറ്റ്സർലൻഡിലെയും ബോർഡറിലുള്ള മോൺബ്ലാങ്ക്, ഷെമോമിൽ, അനീസി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി അടിച്ചു പൊളിച്ചാണ് ചെയ്തത്. 3000 പൗണ്ട് അവർ ബ്രിട്ടീഷുകാർ ഇതിനു വേണ്ടി ചിലവാക്കുകയാണ്. ഞങ്ങളുടെ ടിക്കറ്റ് ഫെയറും വിസ ഫെയറും അവിടെയുള്ള എല്ലാ എക്സ്പെൻസസും ഹോട്ടൽ അക്കോമഡേഷനും എല്ലാം അത് അവർ വഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫുഡിൻ്റെ പോലും പൈസ എടുക്കേണ്ടി വരുന്നില്ല, കാരണം അവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്കിംഗ് ലഞ്ച്, വർക്കിംഗ് ഡിന്നർ, വൈൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫംഗ്ഷൻസ് ഉണ്ട്. കൂടാതെ ലണ്ടനിലുള്ള ഇന്ത്യൻ എംബസിയിലുണ്ടായിരുന്ന ഹൈ കമ്മീഷണർ എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടിരുന്ന ശർമ്മരാജൻ എന്ന് പറയുന്ന ഓഫീസറായിരുന്നു. അവിടെ മിനിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്, അവിടുത്തെ സീനിയർ മോസ്റ്റ് പോസ്റ്റാണ്. അപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് തന്നെ അവിടെ ഒരു ഹൈ കമ്മീഷനിലെ എംബസിയിൽ ഇരിക്കുമ്പോൾ നമുക്കവിടെ നല്ല VIP ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഭക്ഷണം അവിടെ നിന്ന് വളരെ ലാഭത്തിന് കിട്ടും. കിങ്സ് കോളേജിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഹൈ കമ്മീഷൻ ഓഫീസ്, നടന്നങ്ങ് കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അകത്ത് കയറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അകത്തോട്ട് കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയി റെസ്റ്റോറൻറ്റിൽ പോയി ചെയ്യും. അതിനൊരു പാസ് തന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന പലതരത്തിലുള്ള പാർട്ടീസ്, വൈൻ ടേസ്റ്റിംഗ് സെറിമണീസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള പാർട്ടീസിലും എന്നെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിളിക്കും. ഞാനും അങ്ങനെ എൻ്റെ ഫ്രണ്ട് സപ്ന പോറ്റിയുമായിട്ട് ഞങ്ങൾ അവിടെ പോകും. ലണ്ടനിലുള്ള സകല സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു. സ്കോട്ടിഷ് ഹൈലാൻഡ്സിൽ പോയി, വീണ്ടും ഒന്നുകൂടെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ വിസിറ്റ് ചെയ്തു. ലോക്ക് നെസ്സിൽ പോയി, നെസ് മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനമുള്ള സ്ഥലമുണ്ട് സ്കോട്ട്ലൻഡിൽ, അവിടെ പോയി. അങ്ങനെ സകല സ്ഥലങ്ങളും എല്ലായിടവും വിസിറ്റ് ചെയ്ത് വളരെ റിച്ച് ഒരു എക്സ്പീരിയൻസുമായിട്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറി വളരെ സന്തോഷമായിട്ട് ആണ് ഞാൻ അവിടെ കഴിഞ്ഞത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെയും പെട്ടെന്നൊരു ദിവസം എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഏഷ്യാനെറ്റിലൂടെ കാണിക്കുന്നുണ്ട്, ശ്രീലേഖയുടെ ഭർത്താവ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ വാഹനം ദുരുപയോഗം ചെയ്തു എന്നും പറഞ്ഞിട്ട് പുറകെ ആൾക്കാർ ക്യാമറയും കൊണ്ട് നടന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു, കയറുന്നു എന്നൊക്കെയുള്ള വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മിനിസ്റ്റർ വിളിച്ച് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് ചാർജ് വിട്ട് പോകുന്നത് മിനിസ്റ്റർക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറായിരുന്നു. അപ്പോൾ ഷീവനിങ് ഫെലോഷിപ്പ് കിട്ടി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ് സാർ എന്ന് പറഞ്ഞു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്ങിൽ നിന്നും BP R&Dയിൽ നിന്നും ഒക്കെ എനിക്ക്
നോ ഒബ്ജെക്ഷനും സാങ്ഷനും കിട്ടിയതാണ് ലണ്ടനിൽ പോകാനായിട്ട്. എനിക്ക് സ്റ്റഡി ലീവ് എടുക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തരേണ്ടിയിരുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ അത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ സാധാരണ ഏൺ ലീവിന് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പം മിനിസ്റ്റർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വിടുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ശ്രീലേഖ പോകണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞു. ഞാൻ സാർ എനിക്ക് പോകണം, പോയേ പറ്റുള്ളൂ. ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കൂടാതെ നല്ലൊരു കാര്യമാണ് ചീവനിങ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ പോയപ്പം അദ്ദേഹത്തിന് എൻ്റെ വാശിയുടെ പുറത്താണെന്ന് തോന്നുന്നു ഒരു ഓഫീസറെ പകരം പോസ്റ്റ് ചെയ്തു. എന്നോട് പറഞ്ഞത് 3 മാസത്തേക്കുള്ള ടെമ്പററി പോസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹത്തെ പെർമനൻ്റ് ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ നിന്ന പോലീസുകാരെ, പേഴ്സണൽ സെക്യൂരിറ്റി ആൾക്കാരെയും ഡ്രൈവറിനെയും ഒക്കെ DGP തിരിച്ച് വിളിപ്പിച്ചു. കാരണം 3 മാസത്തെ ലീവിന് പോയിരിക്കുന്ന ആളുടെ കൂട്ടത്തിൽ ആരും നിൽക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ പോലീസുകാരും പേഴ്സണൽ സെക്യൂരിറ്റിയും ആരും ഇല്ല. അപ്പോൾ ഒറ്റ മനുഷ്യരില്ല. അമ്മ പ്രായമായിട്ടിരിക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മയെ ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളൊരു വണ്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞനുസരിച്ച് അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിളിച്ച് പറഞ്ഞു ശ്രീലേഖ ചോദിക്കേണ്ട കാര്യം എന്താ, ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ, അത്യാവശ്യം വേണമെങ്കിൽ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. വളരെ നല്ല ഒരു ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ടായിരുന്നു, സൈനുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും അദ്ദേഹമായിട്ട് വളരെ നല്ല ഫ്രണ്ട്സാണ് ഞാൻ. ഇപ്പോൾ സൈനുദ്ദീൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വണ്ടി ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഓടിച്ചുകൊണ്ടിരുന്ന കാറ് വർക്ക്ഷോപ്പിലായ സമയത്തെങ്ങാണ്ട് എന്തോ അത്യാവശ്യത്തിന് പോകണം, ആശുപത്രി പോകണം, അതുകൊണ്ട് വണ്ടി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ യൂസ് ചെയ്ത വണ്ടി പത്രക്കാരെ വിളിച്ച് പറഞ്ഞു. പത്രക്കാർ പുറകെ നടന്ന അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് കയറി അവിടെ പോയി ഇറങ്ങി മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയിട്ട് വണ്ടി തിരിച്ച് വിടുന്നത് വരെ ഇങ്ങനെ വീഡിയോയും കൊണ്ട് പുറകെ പോയിട്ട് ആ ട്രാൻസ്പോർട്ട് കമ്മീഷണറിൻ്റെ പേരിൽ എഴുതിയിരിക്കുന്ന ഇന്ന വാഹനമാണ്. അതിനകത്ത് ബോർഡും ലൈറ്റും ഒന്നുമില്ല, സ്പെയറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറാണ്, പഴയ വണ്ടിയാണ്. പക്ഷേ അതിങ്ങനെ കാണിച്ച് അതങ്ങ് ഭയങ്കരമായിട്ട് മോശം ആക്കി. അപ്പോൾ എനിക്ക് ഒരു സമാധാനം തരരുത്, ലണ്ടനിലാണെങ്കിലും ഞാൻ കിടന്ന് കഷ്ടപ്പെടണം, മാനസിക വ്യഥ അനുഭവിക്കണം എന്നുള്ള ഒരു വാശിയുടെ പുറത്ത് ചെയ്തതാണെന്ന് തോന്നുന്നു. എൻ്റെ ഭർത്താവിനെതിരെ ഒരു തെറ്റും സാധാരണ ചെയ്യാത്ത ഹസ്ബൻഡിനെതിരെ കൂടെ ഇങ്ങനൊരു വാർത്തയായിട്ട് വന്നത് കുറച്ച് പ്രയാസമുണ്ടാക്കി. തിരിച്ച് വന്ന ശേഷം എനിക്ക് പോസ്റ്റിംഗ് തന്നില്ല, തിരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ ഒഴിയാൻ തയ്യാറായില്ല. ആൾ പോസ്റ്റ് ചെയ്ത ആൾ അവിടെ നിന്ന് പോയില്ലല്ലോ. 1-2 മാസത്തോളം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ വീണ്ടും തുടർന്നു, ഒരു വെയിറ്റിംഗ് ഫോർ പോസ്റ്റിംഗ് എന്നുള്ളതുപോലെ ഞാൻ അവിടെ നിന്നു. എവിടെയാണ് എനിക്ക് പോസ്റ്റിംഗ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി പലരെയും കണ്ട് ചോദിക്കും. അവർ കൈമലർത്തും, അറിഞ്ഞൂടാന്ന് പറയും. അത്രയും സമയം കൂടെ എനിക്ക് പോലീസിൽ നിന്ന് ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഒരു അസൂയ പോലെയായിരുന്നു എല്ലാവർക്കും. ചീവനിങ് ഫെലോഷിപ്പിന് ആദ്യത്തെ IPS ഓഫീസർ പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു ശിക്ഷിക്കുന്നത് പോലെയായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ പുതിയ കമ്മീഷണറും പെരുമാറിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടും വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത് എനിക്ക് പേഴ്സണലായിട്ട് എന്ന് പറയാതെ വയ്യ. ഇനി അടുത്ത കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. സസ്നേഹം, ശ്രീലേഖ.